അവരായിരിക്കണം നാം. അതാണല്ലോ യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നത്. അതാണ് 3. 4-മത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന സൗജൻ വഫിയൻ മഅ സൗജതിഹി. വഫി എന്നൊരു പദം ഖുർആനിലുണ്ട്, അറബിയിലുണ്ട്. ഞാൻ അതിൻ്റെ മലയാളം തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ, ഒരു കാലത്തും അവളോടുള്ള കൂറ് മറക്കാത്തവൾ. ഒരു കാലത്തും എന്ത് സംഭവിച്ചാലും ശരി. ഞാൻ ഒരുപാട് കഥ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഥയും കൂടി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. എത്രയെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായി അവസാനം ഡൈവേഴ്സിലെത്തി എന്ന് വെക്കുക, സങ്കല്പിക്കുക, അങ്ങനെ എത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ പോലും എന്ന പെണ്ണിനെക്കുറിച്ച് പറയാൻ നമുക്ക് അവകാശമല്ല. മനസ്സിലായി? എത്ര സംഭവ സലഫുകളുടെ ജീവിതത്തിൽ നിന്നോ ഭയങ്കര പ്രതിസന്ധി ഉണ്ടായ ഒരു താബിഈയുടെ ജീവിതം. അദ്ദേഹത്തോട് ആളുകൾ വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം, എന്താ നിങ്ങളെ വിഷയം? ഒന്നുമില്ല, അങ്ങനെ പ്രശ്നമില്ല. അല്ല, അവളുടെ കുഴപ്പമെന്താ? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. പറയേണ്ടടുത്ത് പറയാം, അല്ലാത്തടത്ത് എന്താക്കരുത്, പറയരുത്. ശരി, അങ്ങനെയൊക്കെ ആയി അവസാനം തലാക്ക് കഴിഞ്ഞു, ഡൈവേഴ്സ് ചെയ്തു. എന്നിട്ട് ഇനി നിങ്ങളൊന്ന് പറയും, എന്താ അവളെ പ്രശ്നം? ഇനി എന്തിനാ ഞാൻ പറയണത്? അവൾ എൻ്റെതല്ലല്ലോ. ഇപ്പോൾ എൻ്റെതല്ലാത്തൊരു സാധനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണം. ഇതാണെന്ത്? ഇസ്ലാം. മുസ്ലിം ഇതായിരിക്കണം. കൂറ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വഫീ എന്നൊക്കെ അതിന് അങ്ങനെ പറയാം. എന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായ മരണപ്പെട്ട ഭാര്യയാണ് ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എന്തായിരുന്നു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ഖദീജ ബീവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്മരിക്കാത്ത, ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. ആ സ്നേഹത്തിൻ്റെ ശക്തി ഭയങ്കരമായി. വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാൽ ഒരോഹരി. ഏട്ടാ ഇത് ഖദീജക്ക് ഇഷ്ടമുള്ള 1-2 ആളുകളുണ്ട്, അയൽവാസികൾക്ക് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. അതല്ലേ നമ്മൾ മാതാപിതാക്കളോടുള്ള കൂറ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്ത്? നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, അവർ മരിച്ചു എന്ന് വെക്കുക, മരിച്ചു, മാതാപിതാക്കളില്ല, നോ മോർ, ഇനി എനിക്ക് യാതൊരു പണിയില്ല എന്നല്ല. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരുണ്ടാവും, അവരെ ചെന്ന് കാണണം നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലേ? എന്നിട്ടൊരു അത്തറിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് കൊടുത്തു നോക്കി, എന്തേ നിങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത് കൂട്ടരെ ഉപ്പാക്ക് വേണ്ടി നല്ലൊരു ദുആ കിട്ടും അവിടുന്ന്. നമുക്കെന്താ ചിലവ്? 2 ദിർഹം, അല്ലേ? ഈ ഒരു സ്വഭാവം കുടുംബ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിരുന്നു. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിച്ചത് ഖദീജയെക്കുറിച്ചായിരുന്നു. എത്ര എന്ന് ചോദിച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹാക്ക് അറിയാലോ ആയിഷയോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. എന്നിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു നബിനോട്. എന്താ? ഈ ഖദീജനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ആയിഷ തന്നെ പറയാ, ഈ പെണ്ണല്ലാതെ വേറൊരു പെണ്ണും ഉണ്ടായില്ലേ ലോകത്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവളെ കുറിച്ച്. അങ്ങനെ പറയണം, അങ്ങനെ ഇഷ്ടപ്പെടണം, അങ്ങനെ സ്മരിക്കണം, അങ്ങനെ കൂറ് വേണം. എന്താ കാര്യം? നിങ്ങൾക്കറിയാലോ ഖദീജയെക്കുറിച്ച്. ഖദീജ ജീവിച്ചിരിക്കുമ്പോൾ നബി ഒരൊറ്റ പേരെ കല്യാണം കഴിച്ചിട്ടില്ല. ഉണ്ടോ? 2 നബിയുടെ മുഴുവൻ മക്കളെയും പ്രസവിച്ചു കൊടുത്തതാരാ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഒരു സംഭവമാണ്. എൻ്റെ മക്കളെ പ്രസവിച്ച പെണ്ണിനോട് കൂറ് വേണം എന്ന് ഞാൻ അധികം പറയണോ? എന്താണ് ആ പ്രസവം എന്ന് പറഞ്ഞാൽ? ഖുർആൻ അതിങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല. എന്താ പ്രസവം എന്ന്? നിങ്ങൾക്ക് സയൻസ് ഒന്നും പറഞ്ഞില്ല. ശാസ്ത്രം പ്രസവിക്കണ ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ രീതിയൊന്നും ശാസ്ത്രം പറയണ്ടല്ലോ. ഖുർആൻ എത്ര മനോഹരമായ പറഞ്ഞു തന്നത്, എന്ത് രസകരമായാണ്, അല്ലേ? അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ പ്രസവിച്ചവൾ, അവൾ എത്ര മോശക്കാരിയായാലും നിങ്ങളോടൊന്ന് കയർത്തു എന്ന് വെക്കുക, ദേഷ്യപ്പെട്ടു എന്ന് വെക്കുക, ശാരീരികമായ അവളുടെ ചില സന്ദർഭങ്ങളിൽ അവൾക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാം, നിങ്ങളോടൊന്ന് മുഖം കറുപ്പിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ക്ഷമിച്ചോ, കാരണം നിന്റെ മക്കളെ പ്രസവിച്ച പാത്രമുള്ളത് ആരെടുത്താ? അവളെടുത്ത. ആ ഒരു കൂറാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അലാ ഇംറഅത്തിൻ മാ ഗിർതു അലാ ഖദീജ.
ഖദീജയോട് വെറുപ്പ് കാണിച്ച മാതിരി, ഗീറത്ത് എന്ന് പറഞ്ഞാൽ വേറെ പദമല്ല കേട്ടോ, മലയാളത്തിൽ വെറുപ്പ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊരു തരം ഈ എന്താണ് ഈ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സൗന്ദര്യം മുറ്റി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ നേരെ വിപരീതമായ അവസ്ഥ. വെറുപ്പ് എന്നൊന്നും അതിനോട് പറഞ്ഞുകൂടാ. കാരണം എന്താ, കുറച്ച് ദിവസം നമ്മളൊന്നും ഇങ്ങനെ തലോടിയാൽ മാറുന്നതാണ്. അതിന് വെറുപ്പ് എന്ന് പറയില്ലല്ലോ. അതാണ് എന്ത്, ഗീറത്ത് എന്ന്. വേറെ മലയാളത്തിലൊരു പദം കാണാനില്ല. ഏത്, നമ്മളോടൊരു ചെറിയ അങ്ങനെ ഒരു എന്താ പറയുക, സൗന്ദര്യപ്പണക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഖദീജയോളം വേറെ ആരോടും എനിക്കൊരു സൗന്ദര്യപ്പണക്കം തോന്നിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ആയിഷ അല്ല, എപ്പോ ഖദീജ ഉള്ളപ്പോൾ ആരില്ല, ആയിഷ അല്ല. എന്നിട്ട് പോലും ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂറ് കാണിച്ചു സ്വന്തം ഇണകളോട്. നമുക്ക് സാധിക്കണം കൂറ് കാണിക്കാൻ. എന്തുകൊണ്ട്? നമ്മുടെ മക്കളെ പ്രസവിച്ചവരായതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയോട് അതല്ലാത്ത ഒരുപാട് ബാധ്യതകളുണ്ടായിരുന്നു, അല്ലേ? എല്ലാ നിലക്കും റസൂലുള്ളാഹിനെ ഒപ്പം നിന്ന് സഹായിച്ച് എല്ലാ നിലക്കും ചെയ്തതാരാ? അപ്പം ചിലപ്പോൾ തിരിച്ചു ചോദിക്കും, എന്നോട് ഞാനിത് പറയുമ്പോൾ ചില പുരുഷന്മാർ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, ഓ അതിന് എൻ്റെ ഓള് ഖദീജൻ്റെ മാതിരി ഒന്നും അല്ലല്ലോ. ശരി, ആകെ കൂട്ടരെ, ഖദീജ റളിയല്ലാഹു അൻഹ എവിടെ കിടക്കണ്, നമ്മളെവിടെ കിടക്കണ്? ഖദീജൻ്റെ മാതിരിയാകാൻ ഓളെ ബാപ്പയോ അല്ലെങ്കിൽ നമ്മളോ അവളെ വളർത്തിയണോ? ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ആകണം എന്നിങ്ങനെ വേറെ ദൂരെ ഇരുന്ന് ഇങ്ങനെ കൊതിച്ചിട്ട് കാര്യമുണ്ടോ? ഇതെന്താ കൊശവൻ ഇങ്ങനെ ഉണ്ടാക്കണം, വല്ല ചട്ടിങ്കലുവാ? അല്ലല്ലോ. സാഹചര്യം ഉണ്ടാക്കണം, സന്ദർഭം ഉണ്ടാക്കണം, അവസരം ഉണ്ടാക്കണം. എന്നിട്ട് ഖദീജ ആയിട്ടില്ലെങ്കിൽ പറയ് അവളോട്, ഇത് ശരിയല്ല കേട്ടോ എന്ന്. അവസരവും സന്ദർഭവും നൽകാതെ, സാഹചര്യം നൽകാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ, ദീൻ മനസ്സിലാക്കാനുള്ള അവസരം നൽകാതെ, സന്ദർഭം നൽകാതെ അടുക്കളയുടെ മൂലയിൽ അടച്ചുപൂട്ടിയിട്ടു, അല്ലേ? എന്നിട്ട് പറയാം എന്ത്, ഓള് ഖദീജയൊന്നുമല്ലല്ലോ. അതല്ല. അപ്പോൾ നമുക്ക് മാറാൻ സാധിക്കണം. അതാണ് പ്രധാനം. അഞ്ചാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തരിമു സൗജതഹു. ഇഹ്തിറാം കാണിക്കും, റെസ്പെക്റ്റ് ചെയ്യും, ബഹുമാനിക്കും. ആരെ? നമ്മൾ മനസ്സിലാക്കി നേരെ തിരിച്ചാൽ നമ്മളെ ഓള് ബഹുമാനിക്കണം എന്നാ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതോ, അവളെ ഭാര്യയെ ഇണയെ എന്ത് ചെയ്യണം? പുരുഷൻ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മാ അക്രമൻ നിസാഉ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. പെണ്ണിനെ ബഹുമാനിക്കാൻ മാന്യനെ കഴിയൂ, പെണ്ണിനെ അപമാനിക്കാൻ മാന്യതയില്ലാത്തവനെ സാധിക്കൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവളെ ഇൻസൾട്ട് ചെയ്താൽ അതല്ല നമ്മൾ ചെയ്യൽ, ബഹുമാനിക്കൽ പോട്ടെ, അല്ലേ? ഈ ആൾക്കാരെ മുമ്പിലിട്ടിട്ട് എന്താക്കും? ശരിയാണ്, അവളുടെ കുടുംബക്കാരായിരിക്കും. ഞാൻ അന്യരെ മുമ്പിലെന്നല്ലോ, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയാ. പറഞ്ഞുകൂടാ. കാരണം എന്താ? അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ വെച്ച് അവളുടെ ജീവിതത്തിലെ കൂട്ടുകാരൻ അവളെ ബഹുമാനിക്കുന്നു എന്നത് അന്തസ്സോടുകൂടി ഇവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഉപ്പനോടും ഉമ്മനോടും പറയാൻ കാത്തിരിക്കുമ്പോൾ അവൻ്റെ വക എന്ത് പറ്റുമോ? പറ്റൂല, പാടില്ല. ശരി, നമ്മൾക്ക് പറയാനുള്ള മറുപടി അതാ. വീട്ടിനകത്തല്ലേ, എൻ്റെ ഉപ്പമ്മയും മാത്രമല്ലേ ഉള്ളൂ, അവിടെ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്, ഈ ചെയ്യണല്ലേ പറഞ്ഞത്. പാടില്ല കൂട്ടരെ. അവിടെ വെച്ച് നിങ്ങൾ അവളെക്കുറിച്ച് നല്ലത് പറയണം. ഓ ഉപ്പനോട് പറയണം, കണ്ടോ നിങ്ങളെ മോള്, ഉമ്മനോട് പറയണം, നിങ്ങളെ മോള് നല്ല മോളാട്ടോ, എനിക്ക് എന്തൊക്കെ സഹായം ചെയ്തെന്ന് കേട്ടോ. ഒന്നും ചെയ്തെന്നുണ്ടാവില്ല, എന്നാലും പറയാ. എന്താ അറിയോ, അതൊരു ബോണസാ. പിറ്റേ ദിവസം നമുക്ക് പറയാം, നോക്ക് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ എന്താ പറഞ്ഞത്, അതുകൊണ്ട് മതി. അതോടുകൂടി എല്ലാ പ്രശ്നവും തീരും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറല്ല. നമ്മൾ 1ന് 2, 1 കിട്ടിയാൽ 2 കൊടുക്കും, 2ന് 4, ഇതാണ്. അല്ല, അതൊന്നും ശരിയായ രീതിയല്ല. നമുക്ക് മാറാൻ സാധിക്കണം. ഈ രൂപത്തിലുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കേണ്ടത്.